Hi students. So നമുക്ക് ചാർജിങ്ങിന് there are different methods of charging. ഒരു ഒബ്ജക്റ്റിനെ ചാർജ് ചെയ്യാൻ പല മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമുക്കറിയാം ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു മെറ്റൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു മെറ്റലിനെ അല്ലെങ്കിൽ കണ്ടക്ടറിനെ വിശേഷിപ്പിക്കുന്നത് പോസിറ്റീവ് അയോൺസ് ഇൻ എ സീ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്നാണ്. വളരെയധികം ഫ്രീ ഇലക്ട്രോൺസിന് നടുക്ക് പോസിറ്റീവ് അയോൺസ്. അപ്പോൾ അതിൽ ഫ്രീ ഇലക്ട്രോൺസ് ആ പേര് തന്നെയുണ്ട്. ഒരു ആറ്റത്തിൻ്റെ കൺട്രോളിൽ നിന്ന് ഒരു ന്യൂക്ലിയസിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്ത് ചാടിയ ഇലക്ട്രോൺസ് ദേ ആർ ഫ്രീ ടു മൂവ് വിത്തിൻ ദ കണ്ടക്ടർ ആൻഡ് പക്ഷേ ആ പോസിറ്റീവ് ചാർജസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ ആറ്റംസ് അയോൺസ്. അപ്പോൾ അവർ ശരിക്കും ആറ്റംസ് ആണ്. ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ അയോൺസ് ആണത്. ഒരു സോളിഡിനകത്ത് നമുക്കറിയാം ആറ്റംസിന് അല്ലെങ്കിൽ മോളിക്യൂൾസിന് മൂവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ഈ നമ്മളൊരു ആറ്റത്തിനകത്തേക്ക് ഒരു മെറ്റലിനകത്തേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ആ മെറ്റലിനകത്ത് കാണുന്ന പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ അത് അയോൺസ് ആണ്. ആറ്റംസ് ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഫ്രീ ഇലക്ട്രോൺസ് പുറത്ത് ചാടി അങ്ങനെ ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടിട്ടിരിക്കുന്ന ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ് ആണ് അവർക്ക് മൂവ് ചെയ്യാനുള്ള ഫ്രീഡമില്ല. അപ്പോൾ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ മെറ്റലിനകത്ത് ചാർജ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ദ ഓൺലി പോസിബിലിറ്റി ഒരേ ഒരു സാധ്യത എന്ന് പറയുന്നത് അത് ഇലക്ട്രോൺസിന് ട്രാൻസ്ഫറാണ്. ഒരു ബോഡി ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിനകത്ത് ഈക്വൽ എമൗണ്ട് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് എന്നാണ് ഒരു ബോഡി ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എങ്ങനെ പോസിറ്റീവ്ലി ചാർജ് ചെയ്യാം? ഒരു ഒബ്ജക്റ്റിനെ പോസിറ്റീവ്ലി ചാർജ് ചെയ്യാൻ ഇപ്പോൾ ഫോർ ഒരു കണ്ടക്ടറിനെ പോസിറ്റീവ്ലി ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് പോസിറ്റീവ് ചാർജ് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം പോസിറ്റീവ് ചാർജ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രോട്ടോൺസ് നമുക്കങ്ങനെ ഫ്രീ ആയിട്ട് എടുത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ പോസിറ്റീവ് ചാർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ആ ഒബ്ജക്റ്റിൽ നിന്ന് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ നമ്പർ കുറയുകയും പോസിറ്റീവ് ചാർജിൻ്റെ നമ്പർ അതിനകത്ത് അങ്ങനെ കൂടുതലാവുകയും ചെയ്യുന്നു. ഒബ്ജക്റ്റ് ഒരു നെറ്റ് പോസിറ്റീവ് ചാർജ് പൊസസ് ചെയ്യുന്നു. അപ്പം പോസിറ്റീവ്ലി ചാർജിങ് എ ബോഡി മീൻസ് നമ്മൾ ചെയ്യുന്നത് റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ് ആണ്. നെഗറ്റീവ് ചാർജിങ് ഒബ്വിയസ്ലി ഒരു ഒബ്ജക്റ്റിനെ നെഗറ്റീവ്ലി ചാർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുക. സോ അഡീഷൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ് അതാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ ചാർജിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ചാർജിങ്ങിന് പല മെത്തേഡ്സ് ഉണ്ട്. ചാർജിങ് ബൈ ഫ്രിക്ഷൻ, ചാർജിങ് ബൈ കോൺടാക്റ്റ്. അപ്പോൾ അത് രണ്ടും താരതമ്യേന നമുക്ക് അത്ര പ്രയാസമില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനാണെങ്കിലും. ചാർജിങ് ബൈ ഇൻഡക്ഷൻ നമുക്ക് മുന്നോട്ട് ഇനി ഉള്ള ഈ ചാപ്റ്ററിലെ കാര്യങ്ങളിലാണെങ്കിൽ ഈ ഇൻഡക്ഷൻ വഴിയുള്ള ചാർജിങ് അതിൻ്റെ ഐഡിയാസ് പ്രിൻസിപ്പിൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മുന്നോട്ടുള്ള നമ്മുടെ ആ ഒരു പഠനത്തിനും അത് ആവശ്യമാണ്. ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇപ്പം ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ചാർജ്ഡ് ബോഡി ഫോർ എക്സാമ്പിൾ ഒരു സ്പിയർ ഈ സ്പിയർ എ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. സ്പിയർ എ വിച്ച് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്, ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പിയറെ നമ്മളത് നമുക്കൊരു സ്പിയർ ബി ആണ് ചാർജ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സ്പിയർ ബി ആണ് ഞാൻ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ സ്പിയർ എ. അപ്പം എ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എക്ക് ഇലക്ട്രോൺസിന് ഡെഫിഷ്യൻസി ഉണ്ട്. എ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എക്ക് ഇലക്ട്രോൺസിന് ഡെഫിഷ്യൻസി ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഒരു ന്യൂട്രൽ ആറ്റമുണ്ട്, ഒരു ന്യൂട്രൽ മെറ്റലുണ്ട്, ന്യൂട്രൽ മെറ്റൽ സ്പിയർ. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പോസിറ്റീവ് ചാർജസ് ഈക്വലാണ്. അപ്പോൾ തുടക്കത്തിൽ ഈ പോസിറ്റീവ് ചാർജസ് അല്ലെങ്കിൽ ഈ സ്പിയർ നമ്മുടെ ചാർജ്ഡ് സ്പിയർ ഈ ന്യൂട്രൽ സ്പിയറിൽ നിന്ന് നല്ല ദൂരത്തിലാണ്. ദർ ഇസ് എ ഹ്യൂജ് ഡിസ്റ്റൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാർജിൻ്റെ യാതൊരുവിധ ഇൻഫ്ലുവൻസും സ്പിയർ ബിയിലില്ല. അപ്പോൾ അങ്ങനെ ഇൻഫ്ലുവൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല. ബട്ട് ഞാൻ ഈ സ്പിയർ എ അതായത് ഈ ചാർജ്ഡ് സ്പിയറിനെ ഞാൻ ഈ ന്യൂട്രൽ സ്പിയറിന് അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ഈ ചാർജ്ഡ് സ്പിയറിനെ ഞാൻ ന്യൂട്രൽ സ്പിയറിന് അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ചാർജ്ഡ് സ്പിയറിനെ ഞാൻ ന്യൂട്രൽ സ്പിയറിന് അടുത്തേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇനി സംഭവിക്കുന്നത് ഇതിനകത്തെ പോസിറ്റീവ് ചാർജസ് ഈ സ്പിയർ ബിയിലെ ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യും. ഇതിനകത്തെ പോസിറ്റീവ് ചാർജസ് സ്പിയർ ബിയിലെ ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ സ്പിയർ ബിയിലെ ഇലക്ട്രോൺസ് ഈ എയുടെ അടുത്തേക്ക് വരും. സ്പിയർ ബിയിലെ ഇലക്ട്രോൺസ് എയുടെ അടുത്തേക്ക് വരും. അപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരുന്നത് ഇപ്പം ഞാൻ സ്പിയർ ബിയെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എയുടെ ഇൻഫ്ലുവൻസ് കാരണം
ഒരു പോസിറ്റീവ് ചാർജിന് ഇൻഫ്ലുവൻസ് കാരണം ഇവിടെയുള്ള സ്പിയർ ബിയുടെ ഫ്രീ ഇലക്ട്രോൺസ് ഇവിടേക്ക് കയറിയിരിക്കുന്നു. അപ്പോൾ ഈ വന്ന ഇലക്ട്രോൺസ് ഇവിടെയുള്ള ആറ്റംസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സസ് ചാർജാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സസ് നെഗറ്റീവ് ചാർജ് വരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നവർക്ക് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഒരു ചാർജിന് ഡെഫിഷ്യൻസി വരുന്നു. അത് ഫില്ല് ചെയ്യാൻ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് വരുന്നു. അപ്പോൾ ഇവിടെ ഡെഫിഷ്യൻസി വരുന്നു. ഇത് ഫില്ല് ചെയ്യാൻ ഇവിടെ നിന്ന് വരുന്നു. അങ്ങനെ ഇത് വന്നുകൊണ്ടിരിക്കും. അറ്റ് ലാസ്റ്റ് ഇവിടെയുള്ള ആൾക്കാർക്കായിരിക്കും നഷ്ടം സംഭവിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് ആരും വന്നത് റീചാർജ് ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ആ പ്രോസസ്സ് നോക്കിക്കഴിയുമ്പോൾ സ്പിയർ ബിയുടെ നിയർ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യാൻ കൊണ്ടുവന്നത് സ്പിയർ എ ആണ്. ഇൻഡ്യൂസിങ് ചാർജ് എന്ന് പറയും. ദിസ് ഈസ് നോൺ ആസ് ഇൻഡ്യൂസിങ് ചാർജ്. ഇൻഡ്യൂസിങ് ചാർജ് എന്ന് പറയും. അതായത് നമ്മൾ ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത് ഇവനെയാണ്. ദിസ് ഈസ് നോൺ ആസ് ഇൻഡ്യൂസിങ് ചാർജ്. അപ്പോൾ ഇൻഡ്യൂസിങ് ചാർജിൻ്റെ നിയർ സൈഡ്, ദിസ് ഈസ് നിയർ സൈഡ്. ഇപ്പം നിയർ സൈഡിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആവുന്നു, ഫാർ സൈഡിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരുന്നു. നിയർ സൈഡിൽ നെഗറ്റീവ്ലി ചാർജ്ഡ്, ഫാർ സൈഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറുന്നു. അതിനിടയ്ക്കൊന്നും ചാർജിങ് ഒന്നും വരുന്നില്ല, കാരണം ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുന്നു. അത് ഇവിടെ നിന്ന് വന്ന് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയുള്ളവർക്കും അറ്റ് ലാസ്റ്റ് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ആരും ഫില്ല് ചെയ്യാനില്ല. അപ്പോൾ ഇവിടെ ഒരു ഡെഫിഷ്യൻസി വരും. ഇവിടെ ഉള്ളവർക്ക് ഒരു പുറത്തുനിന്നൊരു ഗെയിൻ ഉണ്ടായി. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും വരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് നെഗറ്റീവ് ചാർജായി, ഇവിടെ പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഒരിക്കലും ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇവിടെ വന്ന് ഇരുന്നു എന്ന് കരുതരുത്. അതല്ല സംഭവിക്കുന്നത്. ഇലക്ട്രോൺസ് ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്യുന്നേ ഉള്ളൂ. ജസ്റ്റ് തൊട്ടടുത്ത സ്ഥലത്തേക്കൊന്ന് കയറിയിരിക്കുന്നതേ ഉള്ളൂ. അതായത് ഈ പ്രോസസ്സ് നടക്കാൻ ഇറ്റ്സ് ആൻ ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സ്. ഒറ്റ നിമിഷം കൊണ്ട് നടക്കുന്നൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഇലക്ട്രോൺസിന് ഒരിക്കലും ഇവിടെ നിന്ന് ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു സ്റ്റെപ്പ് അവരൊന്ന് മൂവ് ചെയ്താൽ മതി. എല്ലായിടത്തും ഇരിക്കുന്ന ഇലക്ട്രോൺസ് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഒന്ന് മൂവ് ചെയ്താൽ അതിന് അധികം സമയം വേണ്ട. അപ്പോൾ ഇലക്ട്രോൺസ് ഇവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആവുന്നു, ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും. അപ്പോൾ ഇങ്ങനെ എത്ര ഇലക്ട്രോൺസ് വരെ ഇവിടേക്ക് വരുമെന്നുള്ളത് നമുക്കൊന്നറിയണം. എത്ര ഇലക്ട്രോൺസ് വരെ അവിടേക്ക് വരുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്പിയർ ബി നോക്കിക്കഴിഞ്ഞാൽ സ്പിയർ എ ഇവിടെ ഇരിക്കുന്നു, വിച്ച് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. സ്പിയർ എ വിച്ച് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. അപ്പോൾ സ്പിയർ ബിക്കകത്തെ ഒരു ഇലക്ട്രോണിനെ എ അട്രാക്റ്റ് ചെയ്യും. സ്പിയർ ബിക്കകത്ത് ഒരു ഫ്രീ ഇലക്ട്രോണിനെ എ അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഫ്രീ ഇലക്ട്രോണിന് ഇങ്ങോട്ടൊരു ഫോഴ്സ് കിട്ടുന്നു. അപ്പോൾ കുറച്ച് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഇവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും, ഇവിടെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും. കുറച്ച് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഇനി സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ നെഗറ്റീവ് ചാർജസ് ഇലക്ട്രോണിനെ റൈറ്റിലേക്ക് പുഷ് ചെയ്യും. പോസിറ്റീവ് ചാർജസ് ഇലക്ട്രോണിനെ റൈറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യും. ഈ ചാർജസ് നമ്മൾ ഇൻഡ്യൂസ്ഡ് ചാർജസ് എന്ന് പറയും. ദിസ് ഈസ് നോൺ ആസ് ഇൻഡ്യൂസ്ഡ് ചാർജസ്. ഇത് ഇൻഡ്യൂസിങ് ചാർജ് ചെയ്യാനായിട്ട് വന്നവൻ ഇൻഡ്യൂസിങ് ചാർജ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചാർജ് ഇൻഡ്യൂസ്ഡ് ചാർജസ് എന്ന് പറയും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ചാർജസ് ഒറ്റക്കെട്ടായി ഇലക്ട്രോണിനെ റൈറ്റിലേക്ക് പുഷ് ചെയ്യുന്നു. ഇൻഡ്യൂസ്ഡ് ചാർജസ് ഒറ്റക്കെട്ടായി ഈ ഇലക്ട്രോണിനെ അങ്ങോട്ട് വലത്തേക്ക് പുഷ് ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ് ചാർജസ് വലത്തേക്ക് അട്രാക്റ്റ് ചെയ്യും. സ്പിയർ എ ഇലക്ട്രോണിനെ ലെഫ്റ്റിലേക്ക് പിടിക്കുന്നു, ഇൻഡ്യൂസ്ഡ് ചാർജസ് ഇലക്ട്രോണിനെ റൈറ്റിലേക്ക് പുഷ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് ഫോഴ്സ്, തുടക്കത്തിൽ എ കൊടുക്കുന്ന ഫോഴ്സ് മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ ഇലക്ട്രോൺസ് ലെഫ്റ്റിലേക്ക് വരാൻ പറ്റും. പക്ഷേ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതനുസരിച്ച്, ഷിഫ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഇൻഡ്യൂസ്ഡ് ചാർജ് റൈറ്റിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് കൂടാൻ തുടങ്ങും. അപ്പോൾ കുറച്ചൊരു ഷിഫ്റ്റിംഗ് കഴിയുമ്പോൾ ഇൻഡ്യൂസ്ഡ് ചാർജ് കൊടുക്കുന്ന ഫോഴ്സും എ കൊടുക്കുന്ന ഫോഴ്സ്, ഇൻഡ്യൂസിങ് ചാർജ് കൊടുക്കുന്ന ഫോഴ്സും ഫോർ എനി ഫ്രീ ഇലക്ട്രോൺ ഇൻ സ്പിയർ ബിയിലെ ഏതൊരു ഫ്രീ ഇലക്ട്രോൺ നമ്മൾ എടുത്താലും ഇൻഡ്യൂസിങ് ചാർജ് ആ ഫ്രീ ഇലക്ട്രോണിന് കൊടുക്കുന്ന ഫോഴ്സും ഇൻഡ്യൂസ്ഡ് ചാർജ് ഫ്രീ ഇലക്ട്രോണിന് കൊടുക്കുന്ന ഫോഴ്സും, ഈ രണ്ട് ഫോഴ്സും ബാലൻസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരും. പിന്നെ ഇലക്ട്രോൺസിൻ്റെ ഒരു ഷിഫ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞു തരുമ്പോൾ ഇത് അധികം ഒരുപാട് സമയമുണ്ട്. പക്ഷേ ദിസ് ഹാപ്പൻസ് ഇൻ വളരെ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് ഇത് കഴിയും. ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സാണ് ഈ ചാർജിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് വന്നിരിക്കുന്നു, ഇങ്ങനൊരു അവസ്ഥ വന്നു. പക്ഷേ ഇപ്പോഴും സ്പിയർ ബി ചാർജ്ഡ് ആയിട്ടില്ല. സ്പിയർ ബിയിൽ ഇപ്പോഴും ഈക്വൽ എമൗണ്ട് ഓഫ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആണ്. ഇത് ചാർജ്ഡ് ആയിട്ടില്ല. ചാർജ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ എയ്തർ വി ഹാവ് ടു റിമൂവ് ഇലക്ട്രോൺസ് ഓർ ആഡ് ഇലക്ട്രോൺസ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിതൊരു എർത്തിങ് കണക്ഷൻ കൊടുക്കുകയാണ്. ഇനി ആ എർത്തിങ് കണക്ഷൻ നമ്മൾ എവിടെ കൊടുക്കുന്നു എന്നുള്ളതാണ്. നമുക്കൊന്നെങ്കിൽ നിയർ സൈഡ് എർത്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഫാർ സൈഡ് എർത്ത് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്.
നിയർ സൈഡ് എർത്ത് ചെയ്താലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണം ഈ ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ഈ ഇലക്ട്രോൺസ് ഈ ചാർജ് അട്രാക്റ്റ് ചെയ്ത് പിടിച്ചു നിർത്തിയിരിക്കും. ദേ ആർ ബൗണ്ട് ചാർജസ്. ഇവനെ അട്രാക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഈ പോസിറ്റീവ് ചാർജസ് ഈ ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്ത് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു എർത്തിങ് കണക്ഷൻ കൊടുത്താലും ഈ ഇലക്ട്രോൺസിന് അവിടെ നിന്ന് മാറാൻ കഴിയില്ല. അപ്പം നിയർ സൈഡ് എർത്ത് ചെയ്തിട്ട് കാര്യമില്ല. വി ഹാവ് ടു എർത്ത് ദ ഫാർ സൈഡ്. അപ്പോൾ ഫാർ സൈഡ് ഞാൻ എർത്തിങ് കണക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എർത്ത് ചെയ്ത് കഴിയുമ്പോൾ പോസിറ്റീവ് ചാർജസ് എർത്തിലേക്ക് പോയി എന്ന് പറയരുത്. നമുക്ക് കണ്ടാൽ അങ്ങനെ തോന്നുമെങ്കിലും സംഭവിക്കുന്നത് ഇവിടെ ഇലക്ട്രോൺസിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളത് കാരണം ഈ ഡെഫിഷ്യൻസി ഫില്ല് ചെയ്യാൻ എർത്തിൽ നിന്നും സ്പിയറിലേക്ക് ഇലക്ട്രോൺസ് വരും. ഈ ഡെഫിഷ്യൻസി ഫില്ല് ചെയ്യാൻ എർത്തിൽ നിന്നും സ്പിയറിലേക്ക്. അപ്പോൾ ഓരോ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുമ്പോഴും ഈ ഓരോ പോസിറ്റീവ് ചാർജ് ഇവിടെ നഷ്ടമാവും. കാരണം ഡെഫിഷ്യൻസി ഫില്ലാവും. അപ്പോൾ കാണുന്ന ഒരു വ്യക്തിക്ക് തോന്നും പോസിറ്റീവ് ചാർജ് എർത്തിലേക്ക് പോകുന്നതായിട്ട്. ബട്ട് ഡോണ്ട് ഫോർഗെറ്റ്, മറക്കരുത്, ഇത് പോസിറ്റീവ് അയോൺസ് ആണ്. ഇവർക്ക് ഒരു സോളിഡിനകത്ത് ഇറങ്ങി നടക്കാൻ കഴിയില്ല. അപ്പോൾ സംഭവിക്കുന്നത് എർത്തിൽ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് കയറി വരും. സോ ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ്, sphere A positively charged and sphere B ഈ സൈഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയി. എർത്തിങ് കൊടുത്തു. അപ്പോൾ എർത്തിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസ് സ്പിയർ ബിയിലേക്ക് കയറി വന്നു. ഇപ്പോൾ എർത്തിൽ നിന്നും സ്പിയർ ബിക്ക് കിട്ടിയ ഇലക്ട്രോൺസ് അഡീഷണൽ ഇലക്ട്രോൺസ് ആണ്. അത് സ്പിയർ ബിയെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ ഇലക്ട്രോൺസ് ആണ്. അതായത് ഇപ്പം സ്പിയർ ബിയുടെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ ഇലക്ട്രോൺസ് ഉണ്ട്. സ്പിയർ ബി ഈസ് നൗ നെഗറ്റീവ്ലി ചാർജ്ഡ്. ഇപ്പോൾ സ്പിയർ ബി ചാർജ്ഡ് ആയി. ഇനി ഈ എർത്തിങ് ഞാൻ ഇപ്പോൾ തന്നെ റിമൂവ് ചെയ്താൽ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ എർത്തിങ് ഞാനിവിടെ നിർത്തിക്കൊണ്ട് തന്നെ സ്പിയർ എയെ ഞാൻ മാറ്റിയാൽ, ഈ എർത്തിങ് ഞാനിവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ സ്പിയർ എയെ ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇത്രയും ഇലക്ട്രോൺസ് ബിക്ക് അഡീഷണലാണ്. അവരെ അതിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺസ് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് അപ്പോൾ തന്നെ എർത്തിൽ നിന്ന് വന്ന എക്സ്ട്രാ ഇലക്ട്രോൺസ് അപ്പോൾ തന്നെ എർത്തിലേക്ക് തിരിച്ചിറങ്ങിപ്പോകും. സ്പിയർ എയെ ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ഇലക്ട്രോൺസ് തിരിച്ചിറങ്ങിപ്പോകും. അപ്പോൾ ചാർജിങ് കൊണ്ട് നമുക്ക് പ്രയോജനമില്ലാതാവും. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് കരുതിയാൽ സ്പിയർ എയെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ, സ്പിയർ എയുടെ പ്രസൻസിൽ തന്നെ എർത്തിങ് നമ്മൾ റിമൂവ് ചെയ്യണം. സ്പിയർ എയെ നിർത്തിക്കൊണ്ട് തന്നെ എർത്തിങ് റിമൂവ് ചെയ്യണം. അപ്പോൾ സ്പിയർ എയെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ എർത്തിങ് മാറ്റുന്നു. സോ ദ ഫിഗർ കംസ് ലൈക്ക് ദിസ്. എ പോസിറ്റീവ്ലി ചാർജ്ഡ്, ബി ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. പക്ഷേ ബിയിലെ നെഗറ്റീവ് ചാർജസിന് സ്പ്രെഡ് ചെയ്യാൻ കഴിയില്ല, യൂണിഫോമായിട്ട് സ്പ്രെഡ് ചെയ്യാൻ കഴിയില്ല. കാരണം എ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഈ ഇലക്ട്രോൺസിനെ എ അട്രാക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എ ഇവിടെ നിൽക്കുന്നത് കാരണം ഈ നെഗറ്റീവ് ചാർജസിന് യൂണിഫോമിലി സ്പ്രെഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എ പോസിറ്റീവ്ലി ചാർജ്ഡ്, നെഗറ്റീവ്ലി ചാർജ്ഡ്, ഇവർക്കിടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഉണ്ടാവും. അപ്പോൾ സ്പിയർ എയെ ഞാൻ ബിയുടെ അടുത്ത് നിന്ന് ഒരുപാട് ദൂരേക്ക് മാറ്റിക്കഴിഞ്ഞാൽ സ്പിയർ എയുടെ ഇൻഫ്ലുവൻസ് ഓൺ ബി അതില്ലാതെയാകും. അപ്പോൾ ബിയിലുള്ള നെഗറ്റീവ് ചാർജ് ഇറ്റ് വിൽ ബി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. സോ ഇൻഡക്ഷൻ വഴി നമുക്ക് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ ചാർജ് ചെയ്യാം. ഇൻഡ്യൂസിങ് ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് ചാർജ് നെഗറ്റീവ് ആയിരിക്കും. ഇൻഡ്യൂസിങ് ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് ചാർജ് പോസിറ്റീവ് ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് ചാർജാണ് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്. ഇനി ഒരു റിലേഷൻ ഉള്ളത്, ഇൻഡ്യൂസ്ഡ് ചാർജ് എന്ന് പറയുന്നത് ദാറ്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഡ്യൂസിങ് ചാർജാണ്. ഇൻഡ്യൂസ്ഡ് ചാർജ് എന്ന് പറയുന്നത് ദാറ്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഡ്യൂസിങ് ചാർജാണ്. ഇൻഡ്യൂസ്ഡ് ചാർജ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഡ്യൂസിങ് ചാർജാണ്. അപ്പോൾ നമ്മൾ എത്ര ചാർജാണോ നമ്മൾ കൊണ്ടുവരുന്നത് ചാർജിങ് പ്രോസസ്സിന് വേണ്ടി, അതിനേക്കാൾ കുറവോ അല്ലെങ്കിൽ അതിന് തുല്യമായ ചാർജാണ് ഇൻഡ്യൂസ്ഡ് ആവുക. ഒരിക്കലും അതിനേക്കാൾ കൂടുതൽ ചാർജ് ഇൻഡ്യൂസ്ഡ് ആവില്ല. അതായത് എയിൽ എത്ര ചാർജ് ഉണ്ടോ അതിനേക്കാൾ കുറവ് അല്ലെങ്കിൽ അതിന് തുല്യമായ ചാർജ് മാത്രമേ ബിയിൽ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സൈൻ ഈക്വൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഈക്വൽ സൈൻ ഉപയോഗിക്കാൻ പറ്റുന്നത് മെറ്റൽസ് അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിൻ്റെ കേസിലാണ്. മെറ്റൽ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ഇൻഡ്യൂസിങ് ചാർജും ഇൻഡ്യൂസ്ഡ് ചാർജും സെയിം ആയിരിക്കും. അതായത് നമ്മൾ ആ സ്പിയർ എയിൽ എത്ര ചാർജാണോ കൊണ്ടുവന്നത് അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സ്പിയർ ബിയിൽ ഇൻഡ്യൂസ്ഡ് ആവും മെറ്റൽസിൻ്റെ കേസിൽ. ഇൻസുലേറ്റേഴ്സ്, ഡൈഇലക്ട്രിക്സ് അവരുടെയൊക്കെ കേസിൽ ഈ ലെസ് ദാൻ റിലേഷനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്പിയർ എയിൽ എത്ര ചാർജ് ഉണ്ടോ അതിനേക്കാൾ
കുറച്ച് കുറവ് ചാർജ് മാത്രമേ സ്പിയർ ബിയിൽ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. താങ്ക് യു.